കേരള സാക്ഷരതാ മിഷൻ്റെയും ഹയർ സെക്കൻഡറി തുല്യത +1 പാഠപുസ്തകത്തിലെ സഭാപ്രവേശം എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് തുള്ളൽ കൃതികളിൽ വരുന്നതായതുകൊണ്ടും തുള്ളൽ പ്രസ്ഥാനത്തെക്കുറിച്ചും തുള്ളൽ കൃതികളെക്കുറിച്ചും ചില വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ തുള്ളൽ സാഹിത്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആമുഖമായിട്ട് നമുക്ക് പരിചയപ്പെടാം. തുള്ളൽ എന്ന കേരളീയ കലയുമായി ബന്ധപ്പെട്ട സാഹിത്യ പ്രസ്ഥാനമാണ് തുള്ളൽ സാഹിത്യം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ജനയിതാവായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരെയാണ്. അപ്പോൾ തുള്ളൽ കലയുടെ രംഗാവിഷ്കരണത്തിന് അനുയോജ്യമായിട്ടുള്ള വിധത്തിൽ അദ്ദേഹം രചിച്ച കൃതികളാണ് തുള്ളൽ സാഹിത്യത്തിൽ ആദ്യമായിട്ട് ഉണ്ടായത് അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടുള്ളത് എന്ന് പറയും. ചാക്യാർകൂത്ത്, കൂടിയാട്ടം, കഥകളി, പടയണി, കോലങ്ങൾ തുടങ്ങിയ കലാരൂപങ്ങളുടെ പല അംശങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് നമ്പ്യാർ തുള്ളലിന് രൂപം നൽകിയത്. വേഷത്തെ അടിസ്ഥാനമാക്കിയും അതിൻ്റെ രീതികളെ അടിസ്ഥാനമാക്കിയും ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്നിങ്ങനെ ഇതിനെ 3ആയിട്ട് തരംതിരിക്കാം. ഈ 3 വിഭാഗത്തിൽപ്പെട്ട കൃതികളും നമ്പ്യാർ രചിച്ചിട്ടുണ്ട്. സെമന്തകം, ഘോഷയാത്ര, നളചരിതം, രുക്മിണി സ്വയംവരം തുടങ്ങിയിട്ടുള്ളവ ഓട്ടൻ തുള്ളലുകളാണ്. കല്യാണ സൗഗന്ധികം, കൃഷ്ണലീല, പ്രഹ്ലാദചരിതം തുടങ്ങിയവ ശീതങ്കൻ തുള്ളലും, ത്രിപുരദഹനം, പാഞ്ചാലി സ്വയംവരം, സഭാപ്രവേശം തുടങ്ങിയവ പറയൻ തുള്ളലിലും പെടുന്നത്. ഫലിത പരിഹാസങ്ങളും യഥാർത്ഥവും സ്വാഭാവികവുമായ വർണ്ണനകളും നിറഞ്ഞതാണ് തുള്ളൽ കൃതികൾ. പുരാണ കഥകളെയാണ് നമ്പ്യാർ പലപ്പോഴും കൃതികൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. തുള്ളൽ എന്ന പേരിൽ ചില കലാരൂപങ്ങൾ നമ്പ്യാരുടെ കാലത്ത് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് തെളിവാണ് പടയണി തുള്ളലും കോലം തുള്ളലും. അമ്പലപ്പുഴയിൽ താമസിക്കുന്ന കാലത്ത് ക്ഷേത്രത്തിൽ കൂത്തു പറഞ്ഞിരുന്ന ചാക്യാരെ തോൽപ്പിക്കാൻ ഒറ്റ രാത്രി കൊണ്ട് എഴുതി സംവിധാനം ചെയ്തതാണ് കല്യാണ സൗഗന്ധികം, ശീതങ്കൻ തുള്ളൽ എന്നാണ് അതിനെക്കുറിച്ചുള്ള ഐതിഹ്യം. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ തുള്ളലിന് സുപരിചിതമായിട്ടുള്ള ഒരു വ്യവസ്ഥാപിത രൂപം ഉണ്ടാക്കി കൊടുത്തത് കുഞ്ചൻ നമ്പ്യാർ തന്നെയാണ്. തുള്ളൽ നൃത്തം ഭാരതീയ നാട്യസങ്കേതങ്ങളനുസരിച്ച് സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണെങ്കിലും അതിന് സാങ്കേതികത്വത്തിൻ്റെ കാഠിന്യം പരമാവധി കുറച്ച് ലാളിത്യം നൽകിയിരിക്കുന്നു നമ്പ്യാർ. ആംഗിക, വാചിക, ആഹാര്യ, സ്വാത്വിക അഭിനയങ്ങൾ തുള്ളലിലുണ്ട്. 18ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് നമ്പ്യാർ. അദ്ദേഹം പ്രതിഭാസമ്പന്നനായിട്ടുള്ള കവി എന്നതിന് പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലും പ്രസിദ്ധനാണ്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര. മലയാളത്തിലെ ഹാസ്യ കവികളിലെ പ്രധാനിയാണ് നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന രേഖകളൊന്നും തന്നെ ലഭ്യമല്ല. ലഭ്യമായിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് പാലക്കാട് ജില്ലയിലെ ലക്കിടിക്കടുത്തുള്ള കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലാണ് നമ്പ്യാരുടെ ജനനമെന്ന് വിചാരിക്കുന്നു. ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായിട്ട് ഏറെക്കാലം അദ്ദേഹം അമ്പലപ്പുഴയിലാണ് ജീവിച്ചത്.
1746 മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി രാജ്യം കീഴടക്കി വേണാടിനോട് ചേർത്തതിനെ തുടർന്ന് നമ്പ്യാർ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. അപ്പോൾ അവിടെ അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെയും തുടർന്ന് ഭരണമേറ്റ കാർത്തിക തിരുനാളിൻ്റെയും ആശ്രിതനായിട്ടാണ് കാലം കഴിച്ചു കൂട്ടിയത്. വാർദ്ധക്യത്തിൽ രാജസദസ്സിലെ ജീവിതം ബുദ്ധിമുട്ടായി തോന്നിയ അദ്ദേഹം സ്വന്തം നാടായിട്ടുള്ള അമ്പലപ്പുഴയിലേക്ക് മടങ്ങാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ അമ്പലപ്പുഴയിലേക്ക് മടങ്ങി അവിടെ താമസാക്കിയിട്ടുള്ള കവി 1770 പേപ്പട്ടി വിഷബാധയെ തുടർന്ന് മരണപ്പെട്ടു അതിനെക്കുറിച്ചുള്ള ഒരു കേൾവി അല്ലെങ്കിൽ ഒരു പ്രചാരം, അത് കൃത്യമായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് രേഖകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത്രയാണ് തുള്ളലിനെക്കുറിച്ചും അതേപോലെ നമ്പ്യാരെക്കുറിച്ചും ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ പരിഹാസത്തിലൂടെ സാമൂഹ്യ വിമർശനം, അതിലൂടെയുള്ള സാമൂഹ്യമായിട്ടുള്ള പരിവർത്തനം, അതായിരുന്നു നമ്പ്യാർ ലക്ഷ്യമിട്ടതെന്ന് പറയാം. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്പ്യാരെ വിളിക്കാവുന്നതാണ്. അപ്പോൾ എഴുത്തച്ഛന് ശേഷം മലയാള കവിത ഒരു സാഹിത്യ പ്രതിഭയുടെ തീവ്രമായിട്ടുള്ള സാന്നിധ്യം അനുഭവിച്ചതും കുഞ്ചൻ നമ്പ്യാരുടെ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ തൻ്റെ ചുറ്റുപാടും കണ്ട ജീർണതകളെ കൃതികളിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പുരാണ കഥകളെ അതിനുള്ള അസംസ്കൃത വസ്തുവാക്കി അദ്ദേഹം മാറ്റുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറെ പ്രചാരം നേടിയിട്ടുള്ളതാണ് സഭാപ്രവേശം. ഇത് പറയൻതുള്ളൽ വിഭാഗത്തിലാണ് പെടുന്നത്. പാണ്ഡവർ ദേവശില്പിയായ മയൻ്റെ സഹായത്താൽ നിർമ്മിച്ച വിശേഷപ്പെട്ട ഇന്ദ്രപ്രസ്ഥം കാണാനായിട്ട് ദുര്യോധനും കൂട്ടുകാരും വരുന്നതും അവർക്ക് നേരിടുന്ന അമളികളും അത് കാണുമ്പോൾ പാണ്ഡവരിലുണ്ടാവുന്ന ഭാവവ്യത്യാസങ്ങളുമാണ് ഈ ഭാഗത്ത് പറയുന്നത്.